8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. UDF തൃണമൂൽ ധാരണയായില്ല. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അടവു നയമെന്ന തൃണമൂൽ കോൺഗ്രസ്. വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന UDF നേതൃത്വം മുന്നോട്ടു പോകുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ UDF തൃണമൂലിനെ സഹകരിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ലീഗും DCC പ്രസിഡന്റും അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും 2 കോൺഗ്രസ് നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് തൃണമൂൽ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. അല്ല, DCC പ്രസിഡന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. DCC പ്രസിഡന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിനോട് PV അൻവറിനോട് ഒരു അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന അൻവർ കൂടി വേണം UDF മുന്നണിയിൽ നിന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളാണ്. ചിലപ്പോൾ അവരാവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഞാനിപ്പോൾ അതിന്റെ പേര് കാര്യമൊന്നും പറയുന്നില്ല. ഇതൊക്കെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, അത് ഇവരൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ. ഇത് കഴിഞ്ഞപ്പോ പൊന്നാനി ഉള്ളവർക്ക് ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നടന്ന ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, ആ ബൈ ഇലക്ഷനിൽ MLA ആയ ആൾക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമല്ലോ. ആ മത്സരിക്കേണ്ടി വരുന്ന സമയത്ത് PV അൻവർ എന്നുള്ള ഒരാള് ഒരു മൈക്കും കെട്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയ ചിത്രം മാറും. അത് CPM ആയിട്ടുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടൊന്നും ആവില്ല. ഇങ്ങോട്ട് കുത്തിയ രാഷ്ട്രീയമാണ്. ഇങ്ങോട്ട് കുത്തിയ തിരിച്ചു കുത്താതിരിക്കാൻ ഞങ്ങളിപ്പം മഹാത്മാഗാന്ധിന്റെ ഇതൊന്നും പിന്തുടരാനൊന്നും ആകില്ല. ഞങ്ങളെ നേതാവ് മമതാ ബാനർജിയാണ്. ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ SIR ഒക്കെ ഉണ്ടല്ലോ, കേന്ദ്ര നയങ്ങള് BJP അനുകൂല സംഘപരിവാറിന്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷനും കൂടി ഒക്കെ ചെയ്യുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് ഈ മമതാ ബാനർജി അല്ലേ അതിനൊക്കെ പ്രതിഷേധം ഉയർത്തിയ ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ശരിയായ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതിൽ വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ പിണറായിസത്തിനെതിരെ ഈ അൻവർ വിരൽ ചൂണ്ടിയപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അതിൽ ശരിയുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ CPMന്റെ ഒരു വിരുദ്ധത കൊണ്ടല്ല, CPMനോട് ആശയ വ്യക്തത കുറവ്. പക്ഷെ CPMന്റെ ഉള്ളിലെ ചില പ്രശ്നങ്ങൾ, ചില ആളുകൾ CPMനെ നയിക്കുന്നത് ഒരു ഏകപക്ഷീയമായ തരത്തിലേക്ക് ആ പാർട്ടി മാറിയിട്ടുണ്ട്. ഒരു ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയായി ഇന്ന് CPM മാറിക്കൊണ്ടിരിക്കുക. ഈ വിദ്യാഭ്യാസ ബില്ല് മുന്നണിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയായിരുന്നല്ലോ പ്രചരണം. CPMന്റെ ഉള്ളിൽ ചർച്ച ചെയ്തിട്ടുള്ളത് നയപരമായ ഒരു പ്രശ്നമാണ്. ജില്ലയിലെ 2 കോൺഗ്രസ് MLAമാർ ആണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആവാമെന്നും തൃണമൂൽ നേതാക്കൾ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിച്ചതുകൊണ്ടാണ് നിലവിലെ നിലമ്പൂർ MLAക്ക് ജയിക്കാനായത്. ഇനിയും തിരഞ്ഞെടുപ്പുണ്ടെന്നും ആര് ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും തൃണമൂൽ മണ്ഡലം ചെയർമാൻ EA സുഗു പറഞ്ഞു. ലീഗിനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കും തൃണമൂൽ ധാരണയ്ക്ക് യോജിപ്പാണ്. എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കൾ ഉടക്കിയിടുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ കാലങ്ങളായി UDFന് ജയിക്കാനാവാത്ത വാർഡുകളാണ് തൃണമൂൽ ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് കാരണം മാന്യമായ ആവശ്യം UDF പരിഗണിച്ചില്ല. അതിനാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തൃണമൂൽ തീരുമാനിച്ചതായും വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കുമെന്നും EA സുഗു പറഞ്ഞു. PV അൻവറിന്റെയും താൻ ഉൾപ്പെടെയുള്ളവരുടെയും ശ്രമഫലമായി ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം LDFൽ നിന്ന് UDFന് നേടിക്കൊടുത്തിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുന്നില്ലെന്ന് മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാല പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും. കരുളായിൽ ചർച്ച അന്തിമഘട്ടത്തിലാണെന്നും ധാരണയില്ലെങ്കിൽ അവിടെയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും തൃണമൂൽ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.